സമസ്ത മേഖലകളിലും അഴിമതി അഴിഞ്ഞാടുകയാണ്. ബഫ്കോ നമുക്കറിയാം ഏതൊക്കെ തരത്തിലാണ് നികുതി വെട്ടിപ്പ് നടത്തുന്നു. ബിവറേജസ് കോർപ്പറേഷൻ നല്ല മദ്യകുപ്പികൾ, വിദേശ മദ്യകുപ്പികൾ പൊട്ടിയതെന്ന് പറഞ്ഞ് എടുത്തുമാറ്റി പിന്നീട് വലിയ വിലയ്ക്ക് വിൽക്കുന്നു. അങ്ങനെ ഏതു മേഖല എടുത്താലും നമുക്കറിയാം അവിടെയെല്ലാം അഴിമതി കൊടികുത്തി വാഴുകയാണ്. കാരണം നമുക്കറിയാമല്ലോ, ആശാൻ 1 പിഴച്ചാൽ ശിഷ്യൻ 51 പിഴയ്ക്കുമെന്ന ചൊല്ല് അന്വർത്ഥമാക്കിക്കൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ അഴിമതി ഭരിക്കുന്നത്. ഗവൺമെന്റ് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പാടില്ല? നാം കേൾക്കുന്നുണ്ട് പാവപ്പെട്ടവരുടെ പേരിൽ എന്താ പറയുക, വായ്പയെടുത്ത് ലക്ഷക്കണക്കിന് വായ്പയുമായി ഈ പറയപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വനിതകളും പുരുഷന്മാരും ഒക്കെ പുറത്തു പോകുന്നു. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും അഴിമതിയാണ് കാണുന്നത്. അതേ സമയത്ത് സമാഹരിക്കേണ്ട പണം സമാഹരിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണല്ലോ 2023 CAG റിപ്പോർട്ടിൽ അവർ പറയുന്നത് 2023 22-23 പിരിച്ചെടുക്കേണ്ടിയിരുന്ന വരുമാനത്തിന്റെ 28,258.39 കോടി പിരിച്ചെടുത്തില്ല. CAG തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഈ പറയപ്പെട്ട തുക 28,258.39 കോടി എന്ന് പറയുന്നത് സംസ്ഥാനം പിരിച്ചെടുക്കേണ്ട വരുമാനത്തിന്റെ 24.3% വരുമെന്ന്. അതായത് പിരിച്ചെടുക്കേണ്ട വരുമാനത്തിന്റെ 4/1 പിരിച്ചെടുക്കാത്ത സംസ്ഥാന സർക്കാർ. എവിടെയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രയോറിറ്റി? പദ്ധതി ചെലവുകൾ വഹിക്കണം എന്നതിലാണോ, ജനക്ഷേമകരമായി പ്രവർത്തിക്കണം എന്നതിലാണോ, കേരളീയവും നവകേരള സദസ്സും നടത്തി അടുത്ത ഇലക്ഷന് വേണ്ടി കോപ്പ് കൂട്ടണമെന്നാണോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെ ചോദിക്കാനും പറയാനും ആളുണ്ടാകണം. അതുകൊണ്ടായിരിക്കണം അവസാനമെങ്കിലും നമ്മുടെ ഭരണത്തിന്റെ ഏറ്റവും സാരഥ്യം വഹിക്കുന്നു എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഗവർണർ ഇപ്പോൾ വളരെ രൂക്ഷമായ ധനപ്രതിസന്ധി അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് അത്തരം മെമ്മറാണ്ടങ്ങൾ അല്ലെങ്കിൽ അത്തരം പരാതികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ അതുപോലെ തന്നെ പ്രതിപക്ഷം പറയുന്നു ഒരു ധവളപത്രം ഇറക്കൂ. പ്രതിപക്ഷത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം കേരളം ഇതുവരെ അനുഭവിക്കാത്തത്ര ശക്തമായ, അത്ര രൂക്ഷമായ, ആശങ്കാജനകമായ, കടക്കണിയോട് അടുത്തേക്ക് എത്തുന്ന, കടക്കണിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ധനപ്രതിസന്ധിയാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് എന്ന്. അതുകൊണ്ടാണ് ധവളപത്രം ഇറക്കി നിജസ്ഥിതി പൊതുജനത്തെ അറിയിക്കുക. ഈ പൊതുജനം എന്ന കഴുതകളാണ് അവരെ ഭരണത്തിൽ, ഞാനും നിങ്ങളും അടങ്ങുന്ന പൊതുജനം എന്ന കഴുതകളാണ് ഈ ഭരണകൂടത്തെ ഭരണത്തിൽ ഏറ്റിയിരിക്കുന്നത്. ആ തെറ്റിന്റെ ശിക്ഷയാണ് ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നാളെ എൻ്റെ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം വഴിയാൽ എന്നേക്കാൾ ഉപരി, എന്നേക്കാൾ താഴ്ന്ന സേവനങ്ങളിൽ നിന്ന് കരകറ്റി ചെറിയ പെൻഷൻ മേടിക്കുന്നവരുണ്ട്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ശമ്പളം കിട്ടേണ്ട യൂണിവേഴ്സിറ്റികൾ, അതുപോലെ സർക്കാർ ജീവനക്കാർ, ഇവരുടെ എല്ലാം വെള്ളത്തിലാണ്. കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥ. ഇതൊക്കെ വെള്ളത്തിലായാൽ പോലും അതിനേക്കാൾ ഉപരിയാണ് ഇവിടുത്തെ, അതായത് നമുക്കറിയാം ലൈഫ് മിഷൻ, വീട് പ്രതീക്ഷിച്ച് പിന്നെ തോട്ടിറമ്പത്തും പറമ്പിലും കഴിയുന്നവർ, അങ്ങനെ അതായത് കാട്ടുമൃഗങ്ങളുടെ ഭയം കൊണ്ട് കഴിയുന്നവർ, അത്തരത്തിൽ ലൈഫ് മിഷൻ പൂർത്തിയാകുന്നില്ല. ഏതൊക്കെ പദ്ധതികൾ സംസ്ഥാനം ഏറ്റെടുക്കേണ്ടതുണ്ടായിരുന്നോ ആ പദ്ധതികളെല്ലാം കടപുഴകി വീണിരിക്കുകയാണ്. ഒന്നിനോടും നീതി പുലർത്താൻ കഴിയാത്ത ഒരവസ്ഥയാണ്. എത്രയായിരുന്നു നമ്മൾ പ്ലാൻ ഫണ്ടായിട്ട് ചെലവഴിക്കാൻ കാത്തിരുന്നത്? 38,629 കോടിയാണ് പദ്ധതി വിഹിതമായിട്ട് ചെലവഴിക്കാനിരുന്നത്. അതിൽ എത്ര ശതമാനം ചെലവഴിച്ചു എന്ന് നോക്കുക. 40% എന്ന് അവർ പറയുന്നു. പക്ഷെ ആകെ ചെലവഴിച്ചത് വളരെ ചെറിയ ഒരു തുക മാത്രമാണ് പദ്ധതി. അതായത് സംസ്ഥാന ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതമായി കൊടുക്കാൻ പറഞ്ഞിരുന്നതിന്റെ 18.4% മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് സംസ്ഥാന തലത്തിൽ 40% വരെ ഉയർന്നു എന്ന് കണക്ക് പറയുന്നു. അത് കള്ളക്കണക്കോ അതിശയോക്തി കലർന്ന കണക്കോ ആകാം. രണ്ടായാലും സംസ്ഥാനത്തിന്റെ പദ്ധതി ചെലവുകൾ ഒന്നും നടന്നിട്ടില്ല. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാമെന്ന് ഏറ്റിരുന്ന അവർ തുടങ്ങിയ പ്രോഗ്രാംസും അതുപോലെ അനിശ്ചിതത്വത്തിൽ തന്നെ കിടക്കുകയാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തില് വിഭവ സമാഹരണം നേരത്തെ CAG ചൂണ്ടിക്കാണിച്ച് ആ 24
25% വരുന്ന വരുമാന സമാഹരണം, അതിലെ അരിയറ് അത് പിരിച്ചെടുക്കാനുള്ള ശക്തമായ നടപടി സംസ്ഥാന ഗവൺമെന്റ് മുൻപോട്ട് കൊണ്ടുപോകണം. ഈ വർഷത്തെ വിഭവ സമാഹരണം കാര്യക്ഷമമാക്കണം. കെടുകാര്യസ്ഥത കുറഞ്ഞ്, അതായത് ഈ എല്ലാ തരത്തിലുള്ള അഴിമതിയും കുറഞ്ഞ് വേണ്ടിടത്ത് മാത്രം ചെലവാക്കുക എന്ന രീതിയിലേക്ക് സർക്കാർ തിരിച്ചു വരണം. അതിനെങ്ങനെ? നവകേരള സദസ്സ് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിൽ എത്തുമ്പോഴേക്കും ഇപ്പോൾ ഖജനാവിലാണ് പൂച്ച പെറ്റുകിടക്കുന്നത് എങ്കിൽ അപ്പോൾ ഒരു പക്ഷെ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ കസേരയിലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കൂടായികയില്ല. അത്ര കാര്യക്ഷമതയില്ലാത്ത ഭരണ സംവിധാനമാണ്, അഥവാ ഭരണത്തിന്റെ അഭാവമാണ് ഇന്ന് കേരളം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അനന്തരഫലം വരും തലമുറകൾ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറ മാത്രമല്ല, ഇന്ന് നടക്കാത്ത വികസനത്തിന്റെ കെടുതികൾ വരും തലമുറ കൂടിയാണ് അനുഭവിക്കേണ്ടത്. ഇന്ന് വിദ്യാർത്ഥികളിൽ നിക്ഷേപിക്കുന്നില്ലെങ്കിൽ, ഇന്ന് ശിശുക്കളിൽ നിക്ഷേപിക്കുന്നില്ലെങ്കിൽ അതൊക്കെ വരും തലമുറയുടെ വളർച്ചയ്ക്കാണ് കത്തിവെക്കുന്നത് എന്ന കാര്യം നാം മറക്കാൻ പാടില്ല. അതുകൊണ്ട് കടുത്ത ധനപ്രതിസന്ധി തന്നെ, എപ്പോൾ വേണമെങ്കിലും കടക്കണിയിലേക്ക് പോകാവുന്ന ധനപ്രതിസന്ധി തന്നെ. ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അനക്കം ഉണ്ടായില്ലെങ്കിൽ തന്നെ അവരുടെ മുറവിളി കേൾക്കാം, ഞങ്ങളെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറയുന്നത്. സ്വന്തം തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ കടക്കണിയിലേക്ക് പോകുന്നത് കേന്ദ്രത്തിന്റെ അവഗണന മൂലമാണ് എന്ന് വരുത്തി തീർത്ത് കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കാനുള്ള ഒരു മാർഗമാണിത്. ആ മാർഗം മനസ്സിലാക്കിക്കൊണ്ട് സത്വരമായി ഇടപെടേണ്ടത് കേന്ദ്രത്തിന്റെ ചുമതലയാണ് എന്ന് മാത്രമേ ഞാനിവിടെ വിവക്ഷിക്കുന്നുള്ളൂ.